ഹലോ ഗായ്സ്, പച്ചൂസ് കുക്കിംഗ് വേൾഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് ഒരു അടിപൊളി മുട്ട ബിരിയാണി. നമുക്ക് എങ്ങനെ തുടങ്ങിയാലോ? സബ്സ്ക്രൈബ് ആക്കാൻ ആദ്യം തന്നെ പറയുന്നു, മറക്കരുതേ. ലെറ്റ്സ് ഗോ. ഹലോ ഗായ്സ്, യുദ്ധവേദിയിലെ മുട്ട ബിരിയാണിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആദ്യമായി മസാലയ്ക്ക് വേണ്ടിയുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം അരിഞ്ഞു വെക്കുക. ഒരു ലെമണും എല്ലാം അരിഞ്ഞു വെക്കുക. അരി കഴുകാൻ വേണ്ടി 4 ഗ്ലാസ് അരി എടുക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് തേയുന്നില്ല. ആ ക്രന്തം പച്ചപ്പിരാന്താണ് ഇവർക്ക്. നല്ല അരിയെല്ലാം നോക്കി എന്ത് കുത്തനായിട്ടുള്ളത് പാല കൈ എന്നിട്ട് എങ്ങനെയുണ്ട്. എന്നിട്ട് ബിരിയാണി ആക്കാൻ റെഡി ആക്കാൻ മസാലയെല്ലാം ഇട്ട് കറുവപ്പട്ട ദീതി എണ്ണ പോലെ ഉള്ളിയെല്ലാം ഇട്ടിട്ടില്ല ഉമ്മ. എന്നിട്ട് നെയ്യ് ഇട്ട് കൊടുത്തിട്ടാ നെയ്യ് ഇട്ടും കൊട്ടിങ്ങ് വരുന്നില്ല. അങ്ങനത്തെ നെയ്യിൻ്റെ ആളു ഞമ്മക്ക് എന്താക്കാം അയ്യൊന്നും കാക്കായിന്നാ. എന്നിട്ട് അരിയാൻ എന്താക്കി അറിയോ, കറുവപ്പട്ട അവസ്ഥ അത് ഒട്ടുകൊണ്ട് മണം തേഞ്ഞിട്ടാ അല്ലേ അങ്ങനെ കറുവപ്പട്ട മറ്റേന്തെന്ന് പറയുന്ന ചപ്പല. എന്നിട്ട് ഒരു കപ്പ് വെള്ളവും കൂട്ടി അരിക്ക് മണ്ടത്ര അധികമല്ല കയറ്റ് മണ്ടത്ര തന്നെ കൂട്ടീന്. എന്നിട്ട് ഇതാ ആ പോത്തി വെച്ച അരി അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അരി ഇട്ട് കൊടുത്തിട്ട് കരി ഇങ്ങനെ വരുമ്പോൾ അരിയെല്ലാം എന്താക്കി ഇതിലേക്ക് തന്നെ ഇട്ട് ചട്ടിക്ക് തന്നെ ബാക്കിയൊക്കെ ചടനാമ്പാലോപ്പാ അങ്ങനെ ഇട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പോവും. എന്നിട്ട് മസാലയൊക്കെ റെഡി ആക്കുന്നുണ്ട്. ഓക്കെ, മസാലയൊക്കെ ഇതാ ഉള്ളി ഇട്ട് അതിന് ചെള്ളാങ്കിഞ്ഞ് മനസ്സിലായ കാഞ്ഞിട്ട് പറഞ്ഞു മസാലയൊക്കെ ഒരു പാങ്ങ് വന്നില്ലെങ്കിൽ അതിൻ്റെ ഇത് പോയില്ലേ, നീ മനസ്സിലാക്കണം. അതിൻ്റെ ഇഞ്ചി പച്ചമുളകെല്ലാം ഇട്ട് കരച്ചപ്പല്ലിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം ഇട്ട് എന്നിട്ടായിട്ട് തക്കാളി ഇടാൻ കഴിഞ്ഞു. തക്കാളിയും എന്നിട്ട് ഇടാൻ കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടിട്ട് ഇതിങ്ങനെതാ. എന്നിട്ട് ഇത് പാങ്ങല ചെള്ളി കൊടുത്തിട്ട് മുൾപ്പൊടി ഇട്ട് മുൾപ്പൊടി ഇട്ടിട്ടായിട്ടില്ലേ. എന്നിട്ട് മഞ്ഞപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്ത്, അല്ലെങ്കിൽ സൊയ്ക്കൽ തൂങ്ങുമല്ലോ. എന്നിട്ട് ഇങ്ങനെ ചെള്ളാങ്ങി ചെള്ളിയിട്ട് കൈ കടിയുന്നു. എന്നിട്ട് മുട്ട പൊങ്ങിയത് ഇട്ട് മസാല റെഡി ആയിട്ടാകുമ്പോൾ മുട്ട പൊങ്ങി വെച്ചിട്ടുണ്ടായിന്. അത് ഇട്ടിട്ട് മസാല മുട്ടക്ക് പൊടിക്കട്ട് മസാല ഒരു മുട്ട ഒന്നും പോലെ ഇപ്പോൾ ഉണ്ടായിട്ടില്ലേ. മസാല ഇട്ടിട്ട് കറക്റ്റ് അതിൽ വല്ല മുഴുങ്ങുന്ന പോലെ ആക്കിയിട്ട് വെച്ച് എന്നിട്ട് ബിരിയാണീൻ്റെ അരി ഇട്ടിട്ട് ഒരു പൊന്തിക്കടി ഓപ്പാ ഒരു ദമ്മോട്ടിട്ട് പൊന്തിക്കുമ്പോൾ ഒരു മണം വന്നില്ല ആ മക്കളെ. എന്നിട്ട് ഞാൻ എന്നെ ബൾബീറ്റും കൊടുത്ത് ഒരു 2 മുട്ട കൊടുക്കുന്നത്, അധികം കൊടുക്കാനില്ല. അങ്ങനെ 2 മുട്ട വെച്ചിട്ടായിട്ട് ഞാൻ എന്നെ ബൾബി കൊടുത്തില്ല, 3 എടുത്തുള്ളൂ. എന്നിട്ട് ബൾബിറ്റ് ഓരോ വെക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഒരു എങ്ങനെയുണ്ട് സാധനോ എന്ത് അതന്നെ പിന്നെന്ത്. എന്നിട്ട് ഞാനും കുറച്ച് തോന്നിട്ട് നോക്കി, യോപ്പാ തീ പാറി വായിന്ന് നക്കിയിട്ട് നോക്കി. എന്നിട്ട് മൊയ്തുവിനോടും ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. മൊയ്തു നല്ല ഇതാക്കി തോന്നുന്നു, വീഡിയോ എടുക്കുന്നല്ലേ ഇതാ അതിന് നോക്കുന്നല്ലേ ചെയ്യുന്നു. എങ്ങനെയുണ്ട് മൊയ്തു? ഓപ്പോ അതും ടോപ്പ്. സബ്സ്ക്രൈബ് ആക്കാൻ മറന്നോണ്ടാ.